പാർട്ടി ജില്ലാ സമ്മേളനങ്ങളുടെ കാലമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഒക്കെ പൂർത്തിയാക്കി ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത്, ഇന്ന് കൊല്ലത്തെ സമാപനം സമ്മേളനമാണ്. ഇന്ന് 3 ദിവസമായി നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. ജില്ലാ സെക്രട്ടറിയും ഒക്കെ പുതിയ ജില്ലാ കമ്മിറ്റിയും ഒക്കെ ഇന്ന് അറിയാം. രാജ്കുമാർ ഉണ്ട് സമ്മേളന നഗരിയിൽ നിന്നും. നമുക്ക് രാജ്കുമാറിനോട് തന്നെ ചോദിച്ചറിയാം. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വിപ്ലവ അഭിവാദ്യങ്ങൾ വിനീഷ. തീർച്ചയായും വിപ്ലവാഭിവാദ്യങ്ങൾ. കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്ന്, സമ്മേളന നഗരിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അഭിവാദ്യം ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ് ഈ സമ്മേളനത്തിൻ്റെ 3 ദിവസത്തെ ആവേശത്തിൻ്റെ ഇന്നത്തെ സമാപനം? ജില്ലാ കമ്മിറ്റിയെ ഇന്ന് തിരഞ്ഞെടുക്കും. ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെ നമുക്ക് ഇന്നറിയാം. വിനീഷ, അതായത് ഇന്നലെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് ജില്ലാ സെക്രട്ടറി മറുപടി നൽകി. പക്ഷേ അതൊരു പതിവിൽ നിന്ന് മാറി PB അംഗം, പോളിറ്റ് ബ്യൂറോ അംഗം, അതായത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത PB അംഗം MA ബേബി തന്നെ ദേശീയം സർവ്വദേശീയ വിഷയങ്ങളിൽ പ്രതിനിധികൾക്ക് അദ്ദേഹം മറുപടി നൽകി. 2 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം നീണ്ടു നിന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, ഗവൺമെൻറ് തുടങ്ങിയ കാര്യങ്ങളുടെ കുറിച്ചിട്ടുള്ള പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിലെ സംശയങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ പ്രതിനിധികളോട് സംസാരിക്കും. അവർക്കുള്ള മറുപടി നൽകും. അതിനുശേഷമാണ് സംഘടന ഈ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി സമ്മേളനം കടക്കുക. അത് ആദ്യം അവൈലബിൾ ആയിട്ടുള്ള സംസ്ഥാന സമിതി ഇവിടെ ചേരും. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ യോഗം ചേരും. കൂടാതെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും പിന്നീട് ചേരും. ഇതിന് ശേഷമായിരിക്കും ഈ സംഘടനയെ നയിക്കേണ്ടത് ആരൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്തിമ ഇത് രൂപീകരിക്കുന്നതും. പിന്നീട് അത് സംസ്ഥാന സമിതിയുടെ അംഗീകാരത്തോടുകൂടി തന്നെ ഇവിടെ പ്രതിനിധി സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കും. ആ സമയത്ത് അത് സാധാരണഗതിയിൽ എല്ലാവരും അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് പതിവ്. അതുതന്നെ ഇവിടെയും പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് ആ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ഇവിടെ വെച്ച് തന്നെയാണ് നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കുറി ജില്ലാ സമ്മേളനത്തിന് ജാഥയോ അതുപോലെ റെഡ് വാളണ്ടിയർ മാർച്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനം 3 മാസം കഴിയുമ്പോൾ കൊല്ലത്ത് നടക്കാനുള്ളത് കൊണ്ടാണ് വീണ്ടും അങ്ങനെ ഇതിലേക്ക് പോകണം. അതുകൊണ്ട് ഇക്കുറി ജില്ലാ സമ്മേളനത്തിന് അങ്ങനെയുള്ള ജാഥകളും അതുപോലെ റെഡ് വാളണ്ടിയർ മാർച്ചും ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുസമ്മേളനം ഈ വേദിയിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വിനീഷ. ശരി, രാജ്കുമാറാണ് കൊല്ലത്തെ സമ്മേളന നഗരിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.